ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് അത്യന്തം ചഞ്ചലവും ചപലവുമാണ്. അത് വിഷയങ്ങളോട് എത്ര കണ്ടടുക്കുന്നുവോ അത്ര കൊണ്ട് അതിൻ്റെ ചപലത കൂടിക്കൂടി വരികയാണ്. മനസ്സിനെ ഒരു കുരങ്ങിനോടാണ് ഉപമിക്കുന്നത്. കുരങ്ങിന് ഒരു സ്വസ്ഥതയുമില്ല. അവിടെ ഒന്ന് മാന്തി, ഇപ്പുറത്തൊന്ന് ചാടി, അങ്ങോട്ടൊന്ന് ചാടി, ഇങ്ങനെ കണ്ണും കയ്യും കാലും എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് കുരങ്ങൻ. ആ കുരങ്ങനെ ഒരു തെളുകുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് വിഷയതൃഷ്ണയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സ്. തേളുംകുത്തി കുറച്ച് മദ്യവും സേവിച്ചതാണെങ്കിൽ ബഹുവിശേഷമായി കുരങ്ങിൻ്റെ കാര്യം. അപ്രകാരം അജ്ഞാനമാകുന്ന മദ്യം സേവിച്ച് ഓരോ മനുഷ്യനും ഇവിടെ ആ കുരങ്ങിനേക്കാൾ കൂടുതൽ ചപലനായിക്കൊണ്ടിരിക്കുന്നു. ലോകവസ്തുക്കളുടെ പിന്നാലെ ഓടി അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലനിർത്താനുള്ള ദുഃഖം, ഇങ്ങനെ അനവരതം ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്ന ചപലമായ മനസ്സിനെ സ്വാധീനിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. എന്നാൽ എന്ത് വില കൊടുത്തും എത്ര യത്നിച്ചിട്ടും ആ മനസ്സിനെ ഒന്ന് സ്വാധീനമായാൽ നാം പരമസുഖികളായിത്തീരും. മനസ്സിനെ ചലിപ്പിക്കുന്നത് എന്താണ്? അതിലുള്ള ദുശ്ചിന്തകളാണ്. ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്നത്. ആ ചലനത്തിന് അന്ത്യം കുറിക്കണമെങ്കിൽ ഈ ദുഷിച്ച പ്രവണതകളെല്ലാം മനസ്സിൽ നിന്നും നീങ്ങണം. തൽസ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ മനസ്സ് ശുദ്ധവും മനസ്സ് നിശ്ചലവുമാകും. നിശ്ചലമായ മനസ്സ് സുഖത്തിൻ്റെ ഉറവിടം കൂടിയാണ്. അതുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് മനസ്സെത്തിയാൽ, അതായത് മനസ്സ് പരമപവിത്രമായാൽ, പിന്നെ ആ മനസ്സ് ചലിക്കുകയില്ല. അതുകൊണ്ടൊരു കവി പറയുകയാണ്, എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം, എന്നും ചെയ്യണം. ഇത് എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ, എവിടെയാണോ എത്തേണ്ടത്, എവിടെ നിന്നാണോ മനസ്സുണ്ടായത്, ആ സ്ഥാനത്ത് മനസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സൊരിക്കലും ചലിക്കുകയില്ല. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ. അത്രത്തോളം യത്നം, ആ എത്തേണ്ട ദിക്കിൽ എത്തുന്നത് വരെ നമ്മൾ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ നിയന്ത്രിക്കുക തന്നെ വേണം. അങ്ങനെ മെരുക്കിയെടുത്താൽ മാത്രമേ മനസ്സ് നമ്മുടെ സ്വാധീനത്തിൽ ആവുകയുള്ളൂ. അതിനാൽ നിരന്തരമായ പരിശ്രമം കൂടാതെ മനസ്സ്വാധീനം സാധ്യമേ അല്ല. ആ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും, എന്താണ് അഭ്യാസം? നിരന്തരമായി യത്നിക്കുന്നതാണ് അഭ്യാസം. വൈരാഗ്യം എന്നാൽ എന്താണ്? ഈ പ്രപഞ്ച വസ്തുക്കൾ അല്ല സുഖദായക വസ്തു എന്ന് മനസ്സിനെ ബോധ്യമാക്കി കൊടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദുഃഖമാണ് എന്ന് മനസ്സിന് അറിയായികയല്ല, എങ്കിലും ആ ദുഃഖം തീർന്നാൽ സുഖം കിട്ടുമല്ലോ എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം, ഇവയ്ക്ക് സുഖം തരില്ല എന്ന് മാത്രമല്ല, ദുഃഖം തന്നുകൊണ്ടേയിരിക്കുന്നു ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും എന്ന് ബോധിക്കുമ്പോൾ മനസ്സ് ആ വസ്തുക്കളോടുണ്ടാകുന്ന ഉദാസീന ഭാവമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതിനാണ് വിരക്തി എന്നും പറയുന്നത്. ആ വസ്തുക്കളോടുള്ള അത്യധികമായ അമിത ആസക്തി ഇല്ലാതെയായാൽ മനസ്സ് ബഹിർമുഖമായി ഓടുകയില്ല. ആ ഓട്ടം നിലച്ചാൽ പിന്നെ മനസ്സ് എവിടെ നിന്നാണോ ഉണ്ടായത് അവിടേക്ക് തിരിച്ചു പോകും.
അവിടേക്ക് തിരിച്ചു പോകുമ്പോഴാണ് തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെത്തുന്നു. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല. പിന്നെ ആ മനസ്സിന് ചാഞ്ചല്യമില്ല. അത്രത്തോളം യത്നം ആലോചനയോടുകൂടി നമ്മൾ യത്നിച്ചുകൊണ്ടേയിരിക്കണം. എത്തേണ്ട ദിക്കിൽ മനസ്സ് എത്തുന്നത് വരെ. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും. ഇത് നമ്മൾ നിത്യവും ചെയ്യണം. ഒരു നിമിഷം പോലും നാം മനസ്സിൻ്റെ ആ ചപലതയ്ക്ക് കൂട്ടുനിൽക്കരുത്. വിവേകത്തോടുകൂടി മനസ്സിനെ നേർവഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ ഉത്തമമായ ഉത്കൃഷ്ടമായ പദത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ്. ആ ഉന്നതമായ അവസ്ഥയാണ് ഏറ്റവും പരമമായത്. അതിനെയാണ് മോക്ഷമെന്നും കൈവല്യമെന്നും എല്ലാം പറയുന്നത്. അവിടെ നമുക്ക് സുഖിക്കാനായി മറ്റൊരു വസ്തുവിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ മനസ്സ് തന്നെ സുഖസ്വരൂപിയായി മാറുന്നു. ആ പരമമായ സുരക്ഷയും ആ നിർവൃതിയുമാണ് നാം ഓരോരുത്തരും ആ നിമിഷങ്ങളിൽ എല്ലാ സമയത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയസുഖങ്ങളാവട്ടെ വിഷയങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. നന്നായി വിശക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പെന്നത് ദുഃഖമാണ്. അതിന് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സുഖമായി തോന്നുന്നു. എന്നാൽ ആ സുഖം എത്ര നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ? വിശപ്പടങ്ങുന്നത് വരെ. വിശപ്പടങ്ങിക്കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നല്ല സുഖമാണല്ലോ എന്ന് കരുതി വീണ്ടും നമ്മൾ സുഖിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അത് ദുഃഖത്തിലല്ലേ പര്യവസാനിക്കുക. കണക്കിലധികം ഭക്ഷണം ചെന്നാൽ പിന്നെ അജീർണമാകുന്നു, വയറ് നിറഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയാകുന്നു, രോഗം പിന്നീട് രോഗത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിഷയങ്ങളെല്ലാം ദുഃഖാത്മകമാണ് എന്ന് പറയാൻ. ഇതാണ് അതിൻ്റെ സ്വഭാവമെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവം ഇതല്ല. അതിൽ നിന്ന് നമുക്ക് സുഖവും സുരക്ഷയും കിട്ടുന്നു. ഇതൊന്നുമല്ല, ഇതിനപ്പുറവുമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും കിട്ടണമെന്ന് തോന്നുകയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയണമില്ല. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ലഭിക്കണമെന്നില്ല. അങ്ങനെ പരമമായ പരിപൂർണമായ ഒരു സംതൃപ്തിയാണ് നമുക്കുണ്ടാവുന്നത്. മരണമെന്ന ഒന്ന് നമുക്കില്ലേ ഇല്ല. അതുപോലെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളോ ആവലാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതല്ല. അപ്പോഴുണ്ടാകുന്ന ആ കൃതാർത്ഥതയും ആ നിർവ്വാണവും ആ സംതൃപ്തിയും എങ്ങനെയാണ് എന്ന് വാക്കുകൾക്ക് വിവരിക്കാൻ സാധിക്കാത്തതാണ്. അതിനാൽ എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും.